ഹായ് നോക്കൂ, ഈ കവറിനകത്ത് 3 ചിക്കൻ പീസ് ഫ്രൈ ചെയ്തത് കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്ക് കൊടുക്കാനാണ്? ബിക്കി മോന് കൊടുക്കാൻ. ഇന്നലെ രാത്രി മാമനെടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. ബിക്കിയെ കാണാൻ പോകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ 3 ചിക്കൻ പീസ് ചെറുക്കനെ കൊണ്ടുവന്ന് കഴിപ്പിക്കാനുള്ളൊരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. മാമൻ്റെ വീഡിയോയിൽ മാത്രം കാണുന്ന എൻ്റെ ഒരു ദോസ്ത്, പുള്ളിക്ക് നേരിട്ട് ഞാൻ കൊടുക്കുന്നതും അവരോട് സ്നേഹം കാണിക്കുന്നതൊക്കെ നേരിട്ട് കാണാനായിട്ട് ഒരു കൊതി. അങ്ങനെ പുള്ളി പറഞ്ഞു, പോവുകയാണെങ്കിൽ എന്നെയും കൂടെ അറിയിക്കണം. അങ്ങനെ നമ്മുടെ ദോസ്തിനെയും കൂടെ കൂട്ടി ബിക്കിയെ കാണാൻ വന്നതാണ്. എന്തായാലും കൂട്ടുകാരൻ കൂടെ കൂടിയതല്ലേ, ചെറിയൊരു ജോലി കൊടുക്കണമല്ലോ. അങ്ങനെ വീഡിയോ എടുക്കാൻ നമ്മുടെ കൂട്ടുകാരനെ ഏൽപ്പിച്ചു. പുള്ളിയാണ് ആ വീഡിയോ എടുക്കുന്നത്. 3 ചിക്കൻ പീസുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി തന്നെ പളനിയെ കാണാനായിട്ട് ചെന്നു. പളനി നമ്മുടെ ക്യാമ്പിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ചെന്ന് കണ്ടു. അവന് കുറച്ച് കൊടുത്തു. അവനത്ര വേണ്ടായിരുന്നു കേട്ടോ. വേറെ ആരൊക്കെയോ കൊണ്ട് കൊടുത്തു. അവൻ കഴിച്ചതായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു അവിടെ ഇടണ്ട, നാളെ ബിക്കിയെ കണ്ട് കൊടുക്കാമെന്നു വിചാരിച്ചാണ് ചെറുക്കനെ കാണാൻ വന്നിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഈ പയ്യൻ കുറച്ച് ദൂരെയാണ് അവൻ്റെ താമസ സ്ഥലം. മാമന് പോകാൻ ഒരു 1/2 കിലോമീറ്ററോളം നടക്കേണ്ടായും വരും. അതായോണ്ടേ ഈ ഒരു കടയുടെ ഭാഗമാണല്ലോ അവരുടെ താമസങ്ങൾ. അവിടെ ആഹാരങ്ങൾ സമയാസമയങ്ങളിൽ കിട്ടാൻ പാട് തന്നെയാണ്. രാവിലെ ഓപ്പണായി കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താലായി. അതുപോലെ തന്നെ വൈകിട്ടും അങ്ങനെ ഒരു ജീവിതമാണ് അവർ നയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് എൻ്റെ മനസ്സിനകത്ത് ഓർമ്മ വന്നിട്ടാണ് എനിക്കിന്നലെ ലീവായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ഒക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ചെറുക്കനെ കാണാനായിട്ട് പോകുന്നത്. അവന് സന്തോഷമായി. അങ്ങനെ അവൻ കഴിക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. അവൻ 3 പീസും അവന് ഞാൻ അതിൻ്റെ മാംസങ്ങൾ ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. അവൻ നല്ല സന്തോഷത്തോടെ ആർത്തിയോടെ കഴിക്കുന്നത് നമുക്ക് കാണാം. വേറെ പറയാൻ നമ്മുടെ ഫാമിലി ചോദിക്കുന്നുണ്ട്, ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, മാമൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. സത്യമായ കാര്യമാണ്, വിഷമം തന്നെയാണ്. എന്ത് ചെയ്യാനാ, മാമൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ നാട്ടിൽ പോകുന്ന കാര്യം ചിന്തിച്ചുകൊണ്ട് ഈ പിള്ളേർക്ക് നമുക്ക് ആഹാരം കൊടുക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ എത്ര മാസങ്ങളോളം ഇവിടെ ഉണ്ടാവുമോ ആ ദിവസങ്ങളിൽ എന്നാൽ കഴിയുന്ന ഒരു നേരത്തെ ആഹാരം ഇവർക്ക് കൊടുക്കണമെന്നുള്ള പ്ലാനും കൂട്ടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പിള്ളേർക്ക് കൊടുക്കുന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അതുപോലെ തന്നെ നോക്കിയേ, നമ്മുടെ ചെറുക്കന് നല്ല അടിപൊളി വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദോസ്ത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ എവിടെയോ ഇരുന്നതാണ്. പുള്ളിക്കാരന് വളരെ ഇഷ്ടമായി ഞാൻ കൊടുക്കുന്നതും ആ കുഞ്ഞുങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹമൊക്കെ. അപ്പോൾ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മുടെ ദോസ്തിന് ഇതൊക്കെ വളരെ ഒരു അനുഭവം തന്നെയായിരുന്നു. എന്തായാലും സന്തോഷമായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ബിക്കി മോൻ വയറ് നിറച്ചു ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടുണ്ട്. അവനിനി അങ്ങോട്ട് വേണ്ട കേട്ടോ. അതോ നോക്കിയേ, 3 പീസൊന്നും എല്ലാം പിച്ചി അവന് കൊടുത്തിരിക്കുകയാണ്. അവനിനി വിശപ്പ് ഒരു 2-3 മണിക്കൂറിനൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എന്തായാലും വയറ് നിറച്ചവൻ കഴിച്ച് ഇനി വലിയ താല്പര്യമില്ലാത്ത കണക്കാണ് ഇരിക്കുന്നത്. ഇതുപോലെ എന്നും കൊണ്ട് കൊടുക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല. ജോലിക്ക് പോകുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ പെരുന്നാൾ ലീവുകളിൽ നമുക്കിതുപോലെ കൊണ്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ കൊടുക്കുന്നതുകൊണ്ട് അവ എത്രത്തോളം കഴിക്കുന്നോ അത്രത്തോളം കൊടുക്കാമെന്നുള്ളൊരു പരിപാടി തന്നെയാണ്. 3 ചിക്കൻ പീസ് എന്നൊക്കെ പറഞ്ഞാൽ അവൻ ശരിക്ക് കഴിച്ചിരിക്കുന്നത് കേട്ടോ. വലിയ വലിയ പീസ് തന്നെയായിരുന്നു. അവൻ നിറച്ച് കഴിച്ചു. അവന് തൃപ്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാലൻസ് വരുന്നതേ അവരെ ചെറിയ വീട്ടിൻ്റെ ആ ഭാഗത്തോട്ട് വെക്കും. അവിടെ ഇനിയും വേറെ ആൾക്കാരൊക്കെ ഉള്ളതാണ്. അവർ വന്ന് കഴിച്ചോളും. കഴിച്ച് വയറ് നിറഞ്ഞ് പോയിരിക്കുന്ന ഇരിപ്പാണ്. ഇനി ഈ പീസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവരുടെ ആ ഡോറിൻ്റെ ഭാഗം, ഡോറൊക്കെ കണ്ടോ നിങ്ങൾ? അതായിരിക്കുന്ന ഒരാൾ. അയ്യോ, ഇവിടെ എന്താ ഒരു മണം? ഇവിടെ വല്ല കല്യാണ വീടല്ലോ ആണോ? നല്ല മണമുണ്ടല്ലോ ചിക്കൻ്റെ. അയ്യോ, ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്? അയ്യോ, അവളിത് അന്തം വിട്ട് കേട്ടോ. മണം പിടിച്ചിട്ടേ അവളുടെ കിളി പോയി ഇറങ്ങി വന്നു. പാവം പിടിച്ച അവൻ്റെ ബന്ധുവാണ്. കഴിക്കുന്നുണ്ടോ? അങ്ങനെ ആ പാവം പിടിച്ച പെൺകുട്ടി കഴിക്കട്ടെ. നമ്മുടെ ചെറുക്കന്തോ വെയിലും കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരും. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.